പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്നത് വരെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. അതാണ് എന്റെ തീരുമാനം. അല്ല, പുറത്തേക്ക് ഒരു വാതിലില്ല, പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. ഇനിയിപ്പോ അഥവാ ഇത് എനിക്ക് മനസ്സ് മടുത്താൽ എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് ജീവിക്കും. അത്രേ ഉള്ളൂ. ഉറപ്പായും എന്താണ് കൂടുതൽ ഓഫറുകൾ വരാൻ എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ഓഫറുകൾ വന്നിട്ടുണ്ടോ എവിടെന്നെങ്കിലും, ഏതെങ്കിലും രാഷ്ട്രീയ കോണുകളിൽ നിന്ന്? അതൊക്കെ പുറത്തു പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ ഞാനെന്താ അങ്ങനത്തെ ഒന്നും പുറത്തു പറയൂല. പക്ഷെ അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ പെടുത്ത കരുണാകരന്റെ രക്തം ഞരമ്പിലോടുന്ന ഞാൻ, ആ രാഷ്ട്രീയം സിരകളിൽ പേറുന്ന ഞാൻ, മരിക്കും വരെ കോൺഗ്രസ് ആണെന്നും ഇനി പാർട്ടി വിടേണ്ടി വന്നാൽ വെറുതെ പോയെങ്കിൽ വീട്ടിലിരിക്കുമെന്നും ആർജവമെന്ന് തോന്നിപ്പിച്ച ഒരു കാപട്യം ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു പോയിട്ട് അധിക നാളായില്ല. 4 നാൾ മുന്നെയാണ് അയ്യന്തോളിലൊരു സ്നേഹ സന്ദേശയാത്രയിൽ TN പ്രതാപനെ ജയിപ്പിക്കാൻ നമ്മളൊന്നാകെ ഒരുമിച്ചൊറ്റക്കെട്ടായി ഇറങ്ങണം എന്നൊരാഹ്വാനം മുഴക്കിയ കോൺഗ്രസുകാരി ഞായറാഴ്ചയിൽ നിന്ന് വ്യാഴാഴ്ച ആയപ്പോഴേക്കും ദേശീയ ആസ്ഥാനത്ത് കാവിക്കൊടി പിടിച്ച് BJP-കാരിയായ മായാജാലം കണ്ട ഒരു രാഷ്ട്രീയ ദിവസമാണ്. എന്നോ തോറ്റ തെരഞ്ഞെടുപ്പിലെ കാരണം പറഞ്ഞൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തലേന്ന് അച്ഛന്റെ പാർട്ടിയെ കുളിപ്പിച്ചു കിടത്താൻ പത്മജയ്ക്കുള്ള തേജോവികാരം ഏതോ ED വിരട്ടാണെന്നൊക്കെ ചില നേതാക്കൾ പറയുന്നുണ്ട്. അതിന്റെ ആധികാരികത ബിന്ദു കൃഷ്ണ അടക്കം പറയട്ടെ. അതെന്തായാലും എല്ലാ ബന്ധങ്ങളും തീർന്നെന്നും അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും പാർട്ടി വിടാൻ പത്മജ പറയുന്ന കാരണങ്ങൾ കാൽക്കാശിന് കഴമ്പില്ലാത്ത വെറും വാക്കെന്നും സഹോദരൻ മുരളീധരൻ പറയുന്നത് വെറുതെയല്ലത് കണക്കുകൾ വെച്ചാണ്. ഒരു കോൺഗ്രസ് കോട്ട മുകുന്ദപുരത്ത് സാക്ഷാൽ കരുണാകരന്റെ പുത്രി പരമദയനീയമായി തോറ്റത് 1.5 ലക്ഷം വോട്ടുകൾക്കെങ്കിൽ തേറമ്പിൽ വോട്ട് 12,000 പിടിച്ചടക്കിയ തൃശ്ശൂരിൽ 7,000 വോട്ടിന് തൊപ്പിയിട്ടെങ്കിൽ അവസര തുടർച്ചയിൽ പോയ തെരഞ്ഞെടുപ്പിലും നാണം കെട്ടെങ്കിൽ അതാരും കാലുവാരിയിട്ടല്ലെന്നും ലീഡറുടെ മകൾ എന്നൊരു പൊളിറ്റിക്കൽ അഡ്രസ്സിനപ്പുറം ജനങ്ങളുമായി ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണെന്നും അറിയാത്തയാളല്ല പത്മജ. അന്ന് പരാതിക്കെട്ടഴിച്ച് കെട്ടിയിറക്കിയ ഒരു IT സെല്ലുകാരൻ മറുകണ്ഠം ചാടിയപ്പോൾ അനിൽ ആന്റണിയുടെ പ്രശ്നങ്ങൾ കേൾക്കണമായിരുന്നു എന്നൊരു അനുതാപത്തിന് പത്മജയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പത്മജ പാർട്ടി വിടുമ്പോൾ സ്വന്തം ഭർത്താവല്ലാതെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് നേതാവെങ്കിലും അത് പറഞ്ഞു കേട്ടോ? ആ പലായനത്തിന് 10 പ്രവർത്തകരുടെ പോലും പിന്തുണയില്ലെങ്കിൽ പരകായ പ്രവേശനത്തിന്റെ ഇമ്പാക്റ്റ് വട്ടപൂജ്യമാണെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവരുടെ മക്കൾക്ക് അക്കാലം അത്രയും അന്നമൂട്ടിയ പാർട്ടിയെ അധിക്ഷേപിച്ച് പുറങ്കാലിനടിക്കാൻ തരിമ്പിന് മനസാക്ഷി കുത്തില്ലെങ്കിൽ എന്താണത് എന്നാലോചിക്കേണ്ടത് CPM അല്ല, കോൺഗ്രസ് ആണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രഗതികൾ തീരുമാനിച്ച് 2 തലപ്പൊക്കങ്ങളുടെ പിന്മുറ കാവിക്കൂടാരത്തിന് മുതൽക്കൂട്ടായത് മാത്രമാണോ? ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ അടക്കം BJP-ആയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ എണ്ണം 12-ലധികമാണ്. മധ്യപ്രദേശിൽ ഇപ്പോൾ അധികാരം പിടിക്കുമെന്ന് മാസങ്ങൾക്കപ്പുറം ഗീർവാണം മുഴുക്കിയ കമൽനാഥ് ഇപ്പോഴും കൈപ്പത്തി ക്യാമ്പിലാണെങ്കിൽ അത് അമിത്ഷായുടെ അപാര കാരുണ്യം കൊണ്ട് മാത്രമാണ്. ആ ദയാവായ്പ് തീരുന്ന നിമിഷം കണ്ടം മാറും കമൽനാഥ്. അങ്ങനെ ഒരു ആയുഷ്കാല രാഷ്ട്രീയത്തിൽ കിട്ടാവുന്ന സകല പദവികളും കിട്ടിയെങ്കിലും നേതാക്കൾ ക്ഷണനേരത്തിൽ ഒറ്റുകാരാവുന്നെങ്കിൽ അത് കോൺഗ്രസിന്റെ മരണവാറന്റാണ്. അന്ന് പാർട്ടി വിട്ടത് സഹോദരിയാണെങ്കിലും കരുണാകരന്റെ സ്മൃതികുടീരത്തിൽ കയറുന്നിറങ്ങാൻ ഒരു സംഖ്യയും അനുവദിക്കില്ല എന്ന് K മുരളീധരനെ കൊണ്ട് പറയിക്കുന്ന വികാരത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ജനിതകം പേറുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും കാവിക്കൂറിന്റെ രാഷ്ട്രീയവും രണ്ടാണെന്നും അതിന് തമ്മിലെ വൈരുദ്ധ്യം നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇനിയും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആർജവും അതിന് നേതൃത്വത്തിനില്ലെങ്കിൽ കാത്തിരിക്കണം സ്വാഭാവിക മരണം, പരമനാശം. എങ്കിലും ഒരു MLA-യുടെ മകളായി പിറന്നു വീണ കാലം മുതൽ ആ കോൺഗ്രസ് രാഷ്ട്രീയം ശ്വസിച്ച അച്ഛനെ കണ്ട് വളർന്ന് ആ അച്ഛന്റെ വിലാസത്തിൽ കിട്ടാവുന്ന എല്ലാ പദവികളും നേടിയെടുത്ത ഒരു ദശാസന്ധിയിൽ കാവിക്കൂടാരം കയറുമ്പോൾ ആ രാഷ്ട്രീയത്തോട് കാണിച്ച വഞ്ചനയുടെ കുറ്റബോധം നീറ്റില്ലാതെ ഉറങ്ങുമോ ഇന്ന് പത്മജ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ K അനിൽകുമാർ, ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ K ഗണേഷ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം പത്മജിയുടെ ഇന്നത്തെ വാക്കുകൾ കേൾക്കാം. അവഗണന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോകാൻ തീരുമാനിച്ചത് കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പരാതി കൊടുത്തു 2-3 പ്രാവശ്യം, അതിലൊന്നും ഒരു ഇത് കണ്ടില്ല. എനിക്ക് തോന്നുന്നത് നേരെ ചവറ്റുകോട്ടയിൽ പോയി എന്നാണ് എനിക്ക് KPC ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. അത് കഴിഞ്ഞ് എന്നെ തോൽപ്പിച്ച ആൾക്കാരെ തന്നെ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് എൻ്റെ മണ്ഡലത്തിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി. കാരണം അവിടെ ഒരു 4-5 പേരുടെ കയ്യിലായിപ്പോയി അധികാരങ്ങൾ. കാരണം അവരൊക്കെ അവിടെ പല നേതാക്കളാണ്. അപ്പോൾ അവരുടെയൊക്കെ ആളായിട്ട് നിന്നിട്ട് എന്നെ വല്ലാതെ ദ്രോഹിച്ച് എനിക്ക് തൃശ്ശൂർ പോകാൻ പറ്റാണ്ടായി തുടങ്ങിയ അവസാനം. അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ഇതല്ല ഞാൻ ആലോചിച്ചത്. ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു. ശ്രീ K അനിൽകുമാർ, ഇവിടെ ജനകീയ കോടതിയിൽ താങ്കളും വന്നിട്ടുള്ളതാണ്. 1 മാസം ജസ്റ്റ് ആവുന്നതേ ഉള്ളൂ. എന്താണ് മരണം വരെ ഞാൻ കോൺഗ്രസ്സുകാരിയായിരിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച പത്മജ വേണുഗോപാൽ 4 ദിവസം മുൻപ് സ്നേഹ സന്ദേശയാത്ര എന്ന് പറഞ്ഞാൽ ഒരു ചായക്കടയൊക്കെ വെച്ച്
പ്രതാപൻ നയിക്കുന്ന ഒരു യാത്രയായിരുന്നു. അതിൽ അയ്യന്തോളിൻ്റെ മീറ്റിംഗിൽ പ്രസംഗിച്ച് നമ്മൾക്കിടെ പ്രശ്നമൊക്കെ ഉണ്ടാകും, പക്ഷേ ഇലക്ഷനാണ്, പക്ഷേ ഇത് വല്ലാത്ത ദശാസന്ധി കാലമാണ്, ഇത് വല്ലാത്ത എന്താണ് പ്രതിസന്ധി നേരിടുന്ന കാലമാണ്, നമുക്ക് പ്രതാപനെ ജയിപ്പിച്ചാൽ മതിയാകൂ, കൈമൈ മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന ഒരു പ്രസംഗമൊക്കെ നടത്തി മടങ്ങി 4-ാം ദിവസം നരേന്ദ്രമോദി ഏറ്റവും ശക്തനായ നേതാവാണ് എന്നൊരു വെളിപാട് എന്തുകൊണ്ടാകാം പത്മജ വേണുഗോപാൽ ഉണ്ടാവുന്നത്, ശ്രീ അനിൽകുമാർ? നമ്മൾ വ്യക്തികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൽ അത്ര ദീർഘകാല പ്രസക്തിയുള്ള കാര്യമാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. അതേസമയം രാജ്യത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പൊതുവിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരും അല്ലാത്തവരും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് പത്മജ വേണുഗോപാൽ ഉറങ്ങുമോ എന്നുള്ളതല്ല, ഇന്ത്യക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ത്യക്ക് ശാന്തമായി ഉറങ്ങാനാകും. ഇതാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ആകുലതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്നും ഇന്ത്യ മുന്നണി എന്ന മുന്നണിക്കകത്ത് ഉൾപ്പെടുകയും ബി ജെ പിക്കെതിരായ ഒരു പ്രതിരോധത്തിൽ ചില സംസ്ഥാനങ്ങളിലെങ്കിലും പരിമിതമായിട്ടുള്ള ശേഷികൾ അവശേഷിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് എന്നൊരു പാർട്ടിക്കും അതിൻ്റേതായ പങ്കുകൾ വഹിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോഴും പറയാറുള്ളത്. ഇടതുപക്ഷം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസിൻ്റെ തെറ്റായ കാര്യങ്ങളെ എല്ലാ കാലത്തും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എങ്കിലും ബി ജെ പി സ്വീകാര്യമായൊരു പാർട്ടിയല്ല. കോൺഗ്രസും ബി ജെ പിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് ബി ജെ പി വിരുദ്ധതയിലാണ്. ഏതൊരു രാഷ്ട്രീയ വിഷയത്തിലും അതല്ല നേതാക്കളുടെ വ്യക്തിപരമായ വിഷയങ്ങളിലും അത് ബി ജെ പിക്ക് സഹായകരമാകാതിരിക്കണം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. സഖാവ് EMS എഴുതിയ അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടുമുമ്പെഴുതിയ അവസാനത്തെ ലേഖനത്തിലെ ഔഷത്വം, നിങ്ങൾ ഏതൊരു തീരുമാനമെടുത്താലും ആ തീരുമാനം ബി ജെ പിക്കെതിരായിരിക്കണം. കോൺഗ്രസുമായിട്ടുള്ള വർഗപരമായ നമ്മളുടെ തർക്കത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്കത് കോൺഗ്രസിന് സഹായകരമാകണമെന്നില്ല എന്നും ആ അഭിപ്രായമുണ്ട്. പക്ഷേ 2004 ഇതേ പത്മജ വേണുഗോപാൽ മത്സരിച്ച് ലോനപ്പന്തമ്പാടനെ ആയിട്ടുള്ള മത്സരത്തിൽ ലോനപ്പന്തമ്പാടൻ ജയിച്ചു, പത്മജ വേണുഗോപാൽ തോറ്റു. പക്ഷെ ഡൽഹിയിൽ പോയിട്ട് ആന്റണി മന്ത്രിയായിട്ടിരുന്നു. പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടിട്ട് കേന്ദ്രത്തിലെ കോൺഗ്രസിനൊന്നും സംഭവിച്ചില്ല. 10 കൊല്ലം അവരുടെ അതിരുന്നു, ആന്റണി മന്ത്രിയായിട്ടിരുന്നു. ആ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയി. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നവരുടെ മക്കളെ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ്റെ മകൾ പോയി. ആന്റണിയുടെ മകൻ നേരത്തെ പോവുകയും ഒരു കസേര ഉറപ്പിക്കുകയും ചെയ്തു, അല്ല സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തു. ഇനി ഒരു മുഖ്യമന്ത്രി കൂടി ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ. അദ്ദേഹത്തിന്റെ മകന് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ ആളുകൾ ഉത്കണ്ഠയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം എന്താ? ഇത് വ്യക്തിപരം, രാഷ്ട്രീയം എന്നത് വ്യക്തിപരം കൂടിയാണെന്ന് പറയാൻ കാരണം കെ കരുണാകരൻ 2 മക്കളാണ്, ഒന്ന് പത്മജ വേണുഗോപാൽ, ഒന്ന് കെ മുരളീധരൻ. ഇന്ന് കെ മുരളീധരന്റെ പ്രതികരണം താങ്കൾ കേട്ടതല്ലേ? എന്ന് പറഞ്ഞാൽ സഹോദരി എന്നുള്ള ബന്ധം പോലും ഇനിയില്ല, അച്ഛൻ്റെ രാഷ്ട്രീയത്തെ വഞ്ചിച്ച ആളാണ് എന്ന് മാത്രമാണോ പറയുന്നത്? എന്ന് പറഞ്ഞാൽ അവിടെ മുരളി മന്ദിരത്തിൽ അച്ഛൻ്റെ സ്മൃതി കുടീരത്തിലേക്ക് കയറി നിരങ്ങാൻ ഒരു സംഖ്യയും അനുവദിക്കില്ല എന്നത് വളരെ ഷാർപ്പായ പ്രയോഗമല്ലേ ശ്രീ കെ അനിൽകുമാർ? അപ്പോൾ 2 വ്യക്തികൾ 2 രാഷ്ട്രീയം, അങ്ങനെ കൂടി കണ്ടുകൂടെ? ഒട്ടുമല്ല. കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി കരുണാകരൻ എടുത്ത സമീപനത്തെ മുരളി എതിർത്തിട്ടുണ്ടോ? മുരളിയുടെ തടിക്ക് കൊള്ളുവെന്ന് കാണുമ്പോഴല്ലേ മുരളിക്ക് ഇപ്പം ഈ ഭ്രാന്തളകിയ പോലെ വർത്താനം പറയുന്നത്. യഥാർത്ഥത്തിൽ മുരളിക്ക് എന്താണ് ഇന്ന് സംഭവിച്ചത്? മുരളി ചെന്നുപെട്ട പ്രതിസന്ധിയുടെ ആഴമാണ് അദ്ദേഹത്തിന് ഭയം, അതിൻ്റെ ഭാഗമായ അലർച്ചയാണ്. ഞാൻ ചോദിക്കട്ടെ, 91 വടകര ബേപ്പൂർ മോഡൽ കരുണാകരൻ കൊണ്ടുവന്നതല്ലേ? കരുണാകരനായിരുന്നില്ലേ മുഖ്യമന്ത്രി? കരുണാകരൻ KG മാരാരുടെ പാഴായ പരീക്ഷണം എന്നുള്ള ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയേ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. ബി ജെ പിയുമായുള്ള ബന്ധത്തിൽ കെ കരുണാകരൻ എന്തോ എല്ലാ കാലത്തും ബി ജെ പി എതിർത്തൊരാളാണ് എന്ന പാരമ്പര്യം കോൺഗ്രസിനില്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെല്ലാം ബി ജെ പിയുമായി കേരളത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കൂട്ടുകച്ചവടക്കാരാണ്. അതിൽ കച്ചവടത്തിൽ കരുണാകരൻ ഒട്ടും മോശമല്ലായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് രത്നസിംഗ് മത്സരിച്ചത്, ഡോക്ടർ മാധവൻകുട്ടി മത്സരിച്ചത്, കോലീബി സഖ്യമുണ്ടായത്. ആ കോലീബി സഖ്യത്തിന്റെ സൂത്രധാരൻ കെ കരുണാകരനാണ്. മാത്രമല്ല 2001 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 40 മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയുമായി മുന്നണി ഉണ്ടാക്കിയത് കൊണ്ടാണ് ആന്റണി മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. അതും ചരിത്രം. നിശ്ചിതമായ മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മുന്നണി ഉണ്ടാക്കുക,
കരുണാകരനെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, ആന്റണി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്താ? അരുവിക്കര തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? കേരളത്തിൽ ഇനി മത്സരം LDFും UDFും BJPയും തമ്മിലാണ്. LDF 3-ാം സ്ഥാനത്താണ്. ഒരു മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് അരുവിക്കരയിൽ. അപ്പോൾ കരുണാകരനെയും ആന്റണിയെയും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഉമ്മൻചാണ്ടിയെയും ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന സുധാകരനെയും ഒന്നും ഞങ്ങൾ വേറിട്ട് കാണുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇപ്പോഴും KPC പ്രസിഡന്റ് ആയിരുന്ന ആളെന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ ബഹുമാനപ്പെട്ട ഹാഷ്മി കേട്ടൊരു വാചകം ഞാൻ പറയാം. എന്താ പറഞ്ഞത്? മുമ്പായിരുന്നെങ്കിൽ കേരളത്തിൽ 2 മുന്നണിയേ ഉള്ളൂ, LDF ആൻഡ് UDF. ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ഉണ്ട്, ബദലുണ്ട്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബദൽ ശക്തിയായി BJP വളർന്നിരിക്കുന്നു. അതുകൊണ്ടോ എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. സുധാകരൻ പോകാമെന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് പത്മജ വേണുഗോപാൽ പോയി. അത് ഇന്ത്യയിലാകെ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്തുനിന്ന് BJPയിലേക്കുള്ള ഒഴുക്കെന്നോ അല്ലെ BJPക്കാരുടെ കച്ചവടമെന്നോ അല്ലെ കോൺഗ്രസിന്റെ കട കാലിയാക്കൽ പരിപാടി എന്നോ എന്ത് വേണം പറയാം. 8:45 കട കാലിയാക്കുന്ന പോലെ കോൺഗ്രസ്സുകാർ കട കാലിയാക്കിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് പത്മജ വേണുഗോപാൽ പോയി. ഇന്ന് നേരത്തെ പോയിരുന്ന നേതാക്കന്മാരൊക്കെ ഇപ്പോഴും മത്സരിക്കുന്ന 3 നേതാക്കന്മാർ, അനിൽ ആന്റണി ആവട്ടെ, അല്ലെ രഘുനാഥ് ആവട്ടെ, ശ്രീ അബ്ദുൽ സലാം ആകട്ടെ, ഇവരെല്ലാം ആരായിരുന്നു? മുൻ കോൺഗ്രസ്സുകാരാണ്. UDFിന്റെ കാലത്ത് VC ആയിരുന്ന ആളെ BJP മത്സരിപ്പിക്കുകയല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിക്കെതിരെ മത്സരിച്ച ഒരാൾ നേരെ വന്നിപ്പോൾ മത്സരിക്കുകയല്ലേ BJPയുടെ ടിക്കറ്റിൽ? ഇന്നലെ കോൺഗ്രസും ഇന്ന് BJPയായി മാറാൻ തടസ്സമില്ലാത്തതിന് കാരണം എന്താണ്? കേരളത്തിലെ BJPയും കേരളത്തിലെ കോൺഗ്രസും ചേർന്നെടുത്തിരിക്കുന്ന മാർക്സിസ്റ്റ് വിരുദ്ധ പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു പൊതു ഏകതയുണ്ട്. ആ ഏകതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാം. കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു, അവരുടെ ഈ പൈസയുണ്ട്. കോൺഗ്രസ്സുകാരിൽ അത്രയും കാശ് കാണത്തില്ല. ശരി, ഇന്നലെ ഇപ്പോ അന്ന് ഉമ്മൻചാണ്ടിയും മത്സരം UDFും BJPയും ആണെന്ന് പറഞ്ഞതിന് താങ്കൾ തള്ളി പറയുന്നുണ്ട്. അത് ഈ രാഷ്ട്രീയ കൂർ പ്രഖ്യാപനത്തിന്റെ ഉദാഹരണം താങ്കൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ EP ജയരാജൻ കേരളത്തിൽ മത്സരം LDFും BJPയും തമ്മിലാണെന്ന് കൂടി പറഞ്ഞു. അതും തള്ളി പറയുമോ? അങ്ങനല്ല, കേരളത്തിലെ മത്സരം LDFും BJPയും തമ്മിലാണ് എന്ന തരത്തിൽ രാഷ്ട്രീയ മത്സരത്തെ കുറിച്ചാണ് പറയുന്നത്, വോട്ടിനെ കുറിച്ചല്ല. പിന്നെ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് BJP ആയിട്ടാണ്. അവിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരം LDFും BJPയും തമ്മിലാണ്, പലയിടത്തും രണ്ടാമത് വരിക BJP ആണ് എന്ന് EP ജയരാജൻ പറയുകയാണ്. അങ്ങനെയാണോ? പലയിടത്തും രണ്ടാമത് ഒരു BJP ആണോ ശ്രീ അനിൽകുമാർ? അത് കൃത്യമായിട്ട് പറയാം. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഞാൻ കൃത്യമായിട്ട് പറയാം. നമ്മൾ കണ്ടല്ലോ, തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയം വന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ എന്താണ് തിരുവനന്തപുരത്തോടെ പ്രതീക്ഷ? തിരുവനന്തപുരം സാർ, അവർ രണ്ടാമത് വന്നൊരു മണ്ഡലമല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? നമുക്ക് നമ്മൾ പൂട്ടിച്ചു. തിരുവനന്തപുരത്തെ കാര്യം പറയുന്നത് കേരളത്തിലെ കാര്യമാണ്. LDF കൺവീനർ പറയുന്നത് മത്സരം LDFും BJPയും തമ്മിലാണെന്ന് കേരളത്തിലെ കാര്യമാണ്, അല്ല തിരുവനന്തപുരത്തെ കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ വർത്തമാനമല്ല, കേരളമാകെ ഒരു വർത്തമാനമല്ല പറയുന്നത്. അല്ല, LDF കൺവീനർ പറയുമ്പോൾ തിരുവനന്തപുരത്തെ കാര്യമാണ് പറയുന്നത്. കേരളമാകെ BJP 2ാം സ്ഥാനത്താണെന്ന നിലപാടല്ല പറയുന്നത്. ഞാൻ ഇപ്പോൾ വൈകിട്ട് അങ്ങ് കേൾപ്പിക്കാം. ഞാൻ അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അതെ, ഞങ്ങളുടെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാണ് മാർക്സിസ്റ്റ് വിരുദ്ധ പിണറായി വിരുദ്ധ രാഷ്ട്രീയം കോൺഗ്രസ് അവസാനിപ്പിക്കുന്നത്, അന്ന് മാത്രമേ കോൺഗ്രസുകാർക്ക് അവരുടെ അണികളെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് തെളിയിക്കുന്നത്. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ അനിൽ ആന്റണി പോകുമ്പോൾ അനിൽ ആന്റണി കേരളത്തിന് അത്ര സുപരിചിതനായ ആളല്ല. ഏതോ രീതിയിൽ അങ്ങനെ ഗ്രൗണ്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പരിചയമോ അറിവോ ഉള്ള ആളല്ല. എങ്ങനെയോ അവിടെ AK ആന്റണിയുടെ പുത്രൻ എന്നുള്ളതുകൊണ്ട് മാത്രം IT സെല്ലിന്റെ കൺവീനറായി വന്ന ആളാണ്. IT സെല്ലിന്റെ കൺവീനറായിരിക്കുമ്പോൾ തന്നെ ഒരു പണിയും എടുക്കാത്ത ഒരാളായിരുന്നു. അനിൽ ആന്റണി പോകുമ്പോൾ AK ആന്റണിയുടെ പുത്രൻ എന്ന വൈകാരികത മാത്രമാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് ദീർഘകാലം കോൺഗ്രസിന്റെ AICC അംഗമാണ്, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, KPCCയുടെ മുതിർന്ന ഭാരവാഹിയായിരുന്നു. നിങ്ങൾ 2 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും മത്സരിച്ച് ജയിപ്പിക്കാൻ കണിഞ്ഞു പരിശ്രമിച്ച ആളാണ്. ആ പത്മജ വേണുഗോപാൽ സർവോപരി നിങ്ങളുടെ കേരളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കളായ ഒരാളുടെ K കരുണാകരൻ്റെ പുത്രി പാർട്ടി വിടുമ്പോൾ സാധാരണ പറയാനുള്ള ന്യായം കൊണ്ട് അതിനെ ചെറുക്കാൻ കഴിയുമോ? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നത് മാറി ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP തന്നെയാണ് എന്ന് ശ്രീ അനിൽകുമാറിന്റെ പാർട്ടി പറയുമ്പോൾ സാധാരണ മറുപടി കൊണ്ട് ചെറുക്കാവതാണോ അത് ശ്രീ ജിൻഡോ? ഹാഷ്മി, കേരളത്തിൽ പത്മജ വേണുഗോപാലോ അനിൽ ആന്റണിയോ ഒക്കെ പാർട്ടി വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സങ്കടത്തേക്കാൾ ഞങ്ങൾ പേടിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ബൂത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ബൂത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ പാർട്ടി വിട്ടുപോയാൽ ഞങ്ങൾ ഭയക്കും.
അല്ലാതെ ഏതെങ്കിലും നേതാക്കന്മാർ ഈ പാർട്ടി വിട്ടു പോകുമ്പോൾ അവരുടെ ഒപ്പം എത്ര പേര് പോകുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഈ നേതാക്കന്മാർ വിട്ടുപോകുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ ആശങ്കയില്ല. പിന്നെ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ കരുണാകരൻ ഈ പാർട്ടിയിലെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ കൈപിടിച്ചുയർത്തി നടത്തിയ കെ കരുണാകരൻ്റെ മകൾ എന്നുള്ള ലെഗസി ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനകത്ത് അവർക്ക് വലിയ സ്വീകാര്യത കിട്ടിയത്. അതിനപ്പുറത്ത് അവർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പേഴ്സണലായിട്ട് ചെയ്യുകയോ പോരാട്ടങ്ങൾ നയിക്കുകയോ സമരങ്ങൾ നയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കോൺഗ്രസിൽ അവർ നേതൃനിരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെ. അവർ പോകുന്നതുകൊണ്ട് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ക്ഷീണവും സംഭവിക്കുന്നില്ല. ഇനി ഈ ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരെ വലിയ പോരാട്ടം നയിക്കാൻ പോകുന്ന അനിൽകുമാറിന്റെ പാർട്ടി കോൺഗ്രസ് അങ്ങനെ പോരാട്ടം നയിക്കുന്നില്ല എന്നാണ്. അല്ലല്ല, CPM കാര്യം പറയാം. നമുക്ക് അനിൽകുമാറിന്റെ പാർട്ടിയിലേക്ക് വരാം. നിങ്ങളുടെ പാർട്ടിയിൽ ആദ്യം ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ. ശ്രീ ജിൻഡോ, പത്മജ വേണുഗോപാൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുണാകരൻ്റെ മോളാണ്. ഈ പറഞ്ഞ എല്ലാ പദവികൾ അലങ്കരിച്ച ആളാണ്. നേതാക്കൾ പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നങ്ങ് പറയാവോ? ഇന്നലെ വരെ അതിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നേടിയ ഒരു ആൾക്ക് ഒരു കുറ്റബോധവും ഇല്ലാതെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് അവിടെ കേന്ദ്രത്തിൽ പോയി ജാവദേക്കറിൽ നിന്നും അംഗത്വം സ്വീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് ജിൻഡോ? അത് പത്മജയുടെ മാത്രം കുറ്റമല്ല. ഹാഷ്മി, അതില് പാർട്ടിയുടെ കുറ്റത്തേക്കാൾ അപ്പുറം ഇത്തരത്തിൽ കൂറുമാറി യാതൊരു ഉളുപ്പുമില്ലാതെ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടും പറഞ്ഞു ഞാൻ BJPയിൽ പോകുന്നില്ല എന്ന്. ഹാഷ്മിയുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ ഹാഷ്മിയോട് നേരിട്ട് പറഞ്ഞിട്ടില്ലേ BJPയിൽ ഒരു കാലത്തും പോകില്ല എന്ന്, കോൺഗ്രസ് വിട്ടു പോകില്ല എന്ന്, പോകേണ്ട ഘട്ടം വന്നാൽ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ യാതൊരു നിലപാടും ഇല്ലാതെ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്ന പത്മജ വേണുഗോപാലിനെ പോലുള്ള ആളുകൾ പാർട്ടി വിട്ടു പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ലെന്നേ. അത് ഉറപ്പിച്ചു തന്നെ പറയല്ലേ. കോൺഗ്രസ് പാർട്ടിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ബൂത്തിലെ പ്രവർത്തകർ വിട്ടുപോകുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കും. കുഴപ്പമുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ഇത്തരത്തിൽ ഭിക്ഷാന്തകികളായിട്ടുള്ള അധികാരത്തിന് വേണ്ടിയിട്ട് BJPയുടെ അന്തപ്പുരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന നേതാക്കന്മാരെ കുറിച്ചിട്ട് ഓർത്ത് സങ്കടപ്പെടാൻ ഞങ്ങൾക്ക് നേരമില്ല ഇപ്പോൾ. കാരണം ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ചെയ്തിട്ടാണോ അവർ പാർട്ടി വിട്ടുപോകുന്നത്? എത്ര മുഖ്യമന്ത്രിമാരാണെന്നേ കോൺഗ്രസിന്, എത്ര മുൻ മുഖ്യമന്ത്രിമാരാണ്, എത്ര മന്ത്രി പുത്രന്മാരാണ്, എത്ര മന്ത്രി പുത്രിമാരാണ്. കേരളത്തിലേക്ക് വാ, അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് പത്തനംതിട്ട വരെ, അങ്ങ് ഏത് സ്ഥലമെടുക്ക്, അവിടുന്നൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒഴുക്കാണ് BJPയിലേക്ക്. നേതാക്കളുടെ ഈ പറഞ്ഞ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന നേതാക്കളുടെ ഈ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്ക്. കുറഞ്ഞത് 3 പേരെങ്കിലും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയവരാണ്. ഇപ്പൊ ചാലക്കുടി പത്മജയാണെങ്കിലും 4 ആവും. അല്ല ഹാഷ്മി, ഇതെങ്ങനെ വിശദീകരിക്കും രാഷ്ട്രീയമായി കോൺഗ്രസ്? രണ്ട് കാര്യമുണ്ട് ഹാഷ്മി, ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന ട്രെൻഡ് ഉണ്ട്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ED ഉൾപ്പെടെ CBI ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ ഭീഷണികൾ മറ്റു പല കാരണങ്ങളും ഉണ്ടാവും. രണ്ടാമത്തത്, ഇങ്ങനെ പോകുന്നത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം കുറച്ചു കാലം മുമ്പല്ലേ കോവളത്ത് CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട 2 ബ്രാഞ്ച് കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും പാർട്ടി വിട്ടുപോയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AC മെമ്പറായി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന മുക്കോല പ്രഭാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി ആഫീസ് ഉൾപ്പെടെ BJPയിലേക്ക് പോയില്ലേ? അപ്പൊ അതിനെക്കുറിച്ച് CPM എന്ത് പറയും? അതുപോലെ തന്നെ ഈ CPM 35 കൊല്ലം ഭരിച്ച ബംഗാളിലെ അവസ്ഥ എന്താ? പാർട്ടി ഓഫീസുകളും പാർട്ടി നേതാക്കന്മാരും മുഴുവൻ BJPയിലാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും അവിടുത്തെ BJPയിലേക്ക് ഒഴുകുന്നത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പോകുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വരെ ബംഗാളിൽ CPMയിലേക്ക് BJPയിലേക്ക് നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കാസർഗോഡ് ഇപ്പോൾ അനിൽകുമാർ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കോൺഗ്രസിനെ വിമർശിക്കുന്നു. ഇത് നോർമൽ ട്രെൻഡാണെന്ന് പറയാൻ കാരണം കാസർഗോഡ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ 1ാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആക്രമിച്ച BJPക്കാർ എങ്ങനെയാ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്? CPMന്റെ പ്രവർത്തകർ കൂറുമാറിയതിന്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസിനെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ മകൾ നിങ്ങളെയൊക്കെ ഉറ്റി BJPയിലേക്ക് പോയ രാത്രി എന്ന് പറയാൻ കൊള്ളുന്ന വർത്തമാനമാണോ ജിൻഡോ? ഏതോ കോടതിയിലെ കൂറുമാറി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അല്ലല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, താങ്കൾ വിട്ടുപോകല്ലേ? ഞാൻ പറയട്ടെ, അങ്ങനെ അത്ര ട്രിവിയലായ കാര്യങ്ങൾ പറയാൻ പറ്റിയ സമയമാണോ ഇത്? അല്ല, ഞാൻ പറഞ്ഞു അത്ര ട്രിവിയലായ കാര്യങ്ങൾ പറയാൻ പറ്റിയ സമയമാണോ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പ്രേക്ഷകർ കാണുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ രാത്രി ഇട്ടതാണ്, ഞാൻ പോവില്ല എന്ന്. എന്നിട്ട് അങ്ങനെ രാഷ്ട്രീയ തീരുമാനമാണെങ്കിൽ ശ്രീ ജിൻഡോ അതൊരു രാഷ്ട്രീയ തീരുമാനമാണെങ്കിൽ അത്ര ആലോചിക്കാതെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുവോ? ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടും അത് വളരെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഡൽഹിയിൽ പോയി അവിടെ പോയി ജോയിൻ ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കണ്ടേ ജിൻഡോ? മറ്റു നേതാക്കൾ ചില ED ആദായ നികുതി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിൽക്കാനെങ്കിൽ ഒരു കാരണം കണ്ടെത്തണ്ടേ ജിൻഡോ? അതല്ലാതെ കോടതിയിൽ പോയി ഏതോ കൂറുമാറ്റം പറയാണോ ചെയ്യേണ്ടത്? ഹാഷ്മി, ഞാൻ പറഞ്ഞത് അത് തന്നെയാ. എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറുന്നതിനുള്ള ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവൂലേ? ഹാഷ്മി ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയല്ലേ? ED ഉൾപ്പെടെയുള്ള CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ ഭീഷണിയും വിരട്ടും ഒരു കാരണം തന്നെയാണ്. അല്ലാതെ BJPയുടെ പത്മജയെ വിരട്ടിയിട്ടുണ്ട് എന്ന് ആധികാരികമായി പറയാൻ കഴിയുമോ? പത്മജയെ അത്തരത്തിൽ EDയോ ITയോ വിരട്ടിയിട്ടുണ്ട് എന്ന് ആധികാരികമായി പാർട്ടിക്ക് അറിവുണ്ടോ ശ്രീ ജിൻഡോ?
അല്ല, ഞാൻ പറഞ്ഞത് ഇത് പൊതുവിലുള്ള ട്രെൻഡാണ്. പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട വ്യക്തിത്വത്തെ മാത്രം എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് CPM-ന്റെ പ്രഖ്യാപിത നേതാവ്, CPM-ന്റെ എക്കാലത്തെ മികച്ച നേതാവായിരുന്നു മറ്റേ ബംഗാളിലെ ഗഗൻ മുർമു. MLA ആയിരുന്നു. MLA ആയിരിക്കുമ്പോഴാണ് BJP-യുടെ സ്ഥാനാർത്ഥിത്വമായിട്ട് MP ആയിട്ട് മത്സരിക്കുന്നത്. അതിനെന്ത് ന്യായീകരണം ഒരു പറയും? അങ്ങനെ 100 കണക്കിന് 19 വർഷം MLA ആയിരുന്ന CPM-ന്റെ MLA ആ MLA സ്ഥാനം രാജിവെക്കാതെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് MLA സ്ഥാനം CPM കൊടുത്ത MLA സ്ഥാനം രാജിവെക്കാതെ BJP-യുടെ MP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ഇവരെവിടെ എന്തെങ്കിലും പറഞ്ഞോ? അതുപോലെ മഫൂജ ഖാത്തൂൺ ഉൾപ്പെടെയുള്ള MLA-മാർ BJP-യിലേക്ക് പോയി. മുബാഷിർ അലിയെ പോലുള്ള മുതിർന്ന CPM നേതാക്കന്മാർ BJP-യിലേക്ക് പോയി. ഇങ്ങനെ 100 കണക്കിന് CPM-ന്റെ മുൻ MLA-മാരും MP-മാരും ത്രിപുരയിലും ബംഗാളിലും അടക്കമുള്ള CPM-ന് അല്പമെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പോയി. അപ്പോൾ അതിനെന്ത് മറുപടി പറയും? അഭിലാഷ് പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ കണക്ക് പറയുന്നുണ്ട്. BJP MP-മാർ 303, ഒറിജിനൽ BJP-കാർ 133, കോൺഗ്രസ് BJP ആയവർ 97, പഴയ കോൺഗ്രസ് MLA-മാർ 277, പഴയ മുഖ്യന്മാർ 7. വല്ലാത്ത കണക്കാണ് കേട്ടോ ജിൻഡോ. ഞാൻ അങ്ങനെ എത്താം. ശ്രീ ഗണേഷ്, അങ്ങനെയാണെങ്കിൽ CPM എന്ന് പോയതിനെ കുറിച്ചും കൂടി ഹാഷ്മി പറയണ്ടേ? അല്ല, CPM-ന് പോയി ഇത്ര വലിയ കണക്കുണ്ടാവോ? CPM-ന്ന് പോയതെന്ന് വെക്ക്, ഇത്ര വലിയ കണക്കുണ്ടാവോ? ഇത്ര വലിയ കണക്കുണ്ടാവോ? ആ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ആ ഒഴുക്ക് ഇപ്പോഴും തുടരുമ്പോഴും നിങ്ങളുടെ ഹൈക്കമാൻഡ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഡൽഹിയിൽ ഇരിക്കുകയാണ് അവിടെ. സാന്നിധ്യമുള്ള വലിയ പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്നതിന് എണ്ണം കൂടുതലുണ്ടാവും. ശരി ജിൻഡോ, ഞാൻ CPM-ന് ആളില്ലാത്തത് കോൺഗ്രസിന്റെ കുഴപ്പമില്ലല്ലോ. ശരി ജിൻഡോ, ഞാൻ എത്താം. ശ്രീ കെ ഗണേഷ്, ഇവിടെ മുകുന്ദപുരം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കൊടുങ്കോട്ടയാണ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒരിക്കൽ മാത്രമാണ് അവിടെ കോൺഗ്രസ് തോറ്റത്. അവിടെ ചില്ലറ വോട്ടുകൾക്കല്ല പത്മജ തോറ്റത്, 1,00,000-ലധികം വോട്ടുകൾക്ക് തോറ്റു. അതിനുശേഷം തോറ്റു. അങ്ങനെ ജനങ്ങളുമായി അപ്പോൾ പത്മജ പറയും ആരോ കാലുവാരി. 1,00,000 വോട്ടുകൾ കാലുവാരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ തോറ്റ 900 ചിലവാനം വോട്ടാണ്. അത്രയും വോട്ട് കാലുവാരാൻ പറ്റുമോ? ജനങ്ങളുമായി ബന്ധമില്ലാത്തതാണ്. ഇപ്പം ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു നേതാവിനെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്നൊരു അഡ്രസ്, എന്നൊരു ടാഗ് ലൈൻ ഉള്ളത് കൊണ്ട് മാത്രം BJP-ക്ക് എന്ത് പ്രയോജനം കേരളത്തിൽ കിട്ടുമെന്നാണ് ഗണേഷ്? അങ്ങനെ ജനങ്ങളുമായി ബന്ധമില്ലാത്ത ആളായതുകൊണ്ടായിരുന്നോ KPCC-യുടെ ജനറൽ സെക്രട്ടറി ആക്കിയത്, രാഷ്ട്രീയ കാര്യകാരി സമിതിയിലേക്ക് അവരെടുത്തത്? അല്ല, കരുണാകരന്റെ മകളായതുകൊണ്ടാണ് അവർക്ക് തൃശ്ശൂർ പോലെയുള്ള സീറ്റ് മത്സരിക്കാൻ കൊടുത്തത്. എങ്ങനെ? അല്ല, കരുണാകരന്റെ മകളായതുകൊണ്ടാണ്. എങ്ങനെ ഹാഷ്മിക്ക്? അല്ല, കരുണാകരന്റെ മകളായതുകൊണ്ടാണോ അവർ ഇത്ര കാലം അവർക്ക് ഒരു പ്രവർത്തന പാരമ്പര്യവും ഇല്ലേ? അവരുടെ പ്രവർത്തന പാരമ്പര്യത്തെ എന്താ ഇവര് നോക്കി കാണാത്തത്? ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്കും എങ്ങനെ അത് കരുണാകരന്റെ മകൾ എന്ന പാരമ്പര്യമാണ് ഹാഷ്മി. അത് കരുണാകരന്റെ മകൾ എന്ന പാരമ്പര്യമാണെന്ന് പറയുന്നത്. എന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും അല്ല. ഞാൻ പറഞ്ഞല്ലോ, കരുണാകരന്റെ മകൾ എന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ആ മകളുടെ അച്ഛന്റെ മകളായതുകൊണ്ട് അവർക്ക് ചുമതലകൾ കൊടുത്തുകൊണ്ടിരുന്നതല്ലല്ലോ. അവർക്ക് ചുമതലകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഈ സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലും ഒക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് വോട്ടും ലഭിച്ചിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞല്ലോ, അവരെ കോൺഗ്രസ് നേതാക്കന്മാർ കാലുവാരിയതാണ്. ആ കാലുവാരിയ നേതാക്കന്മാർക്ക് അവർ ചുമതലകൾ കൊടുത്തതാണെന്ന്. പക്ഷെ അതൊന്നുമല്ല കാരണം ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടി പ്രവർത്തകന്മാർക്കും ഒക്കെ അവർക്ക് അവരുടെ പാർട്ടികളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും അത്തരം BJP-യുടെ വികസന കാഴ്ചപ്പാടുകളിലും വലിയ മാറ്റം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളം അതിനൊരു അപവാദമായിട്ടുള്ള തുരുത്തായിട്ട് നിൽക്കുകയായിരുന്നു. ആ കേരളത്തിലും വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാരണം കേരളത്തിൽ പോലും അത്തരം മാറ്റങ്ങൾ അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. ആ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ പാർട്ടികളിൽ നിന്നും, അത് ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന തലത്തിലുള്ള ആളുകൾ മാത്രമല്ല, അതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക്, ഇത്തരം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ഇത്തരം പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ അതിനൊരു പ്രോഗ്രാമായിട്ട് തന്നെ ഞങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങളത് ബൂത്ത് തലത്തിൽ അത്തരം ആളുകളെ സ്വീകരിക്കുന്നുണ്ട്, മണ്ഡലം തലത്തിൽ സ്വീകരിക്കുന്നുണ്ട്, പഞ്ചായത്ത് തലത്തിൽ സ്വീകരിക്കുന്നുണ്ട്, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ അത്തരം പ്രവർത്തനങ്ങളെ ഇനിയും നേതാക്കൾ വരും. അതുകൊണ്ടുകൂടിയാണ് സ്ഥാനാർത്ഥി പട്ടിക ഒഴിച്ചിട്ടിരിക്കുന്നത് എന്നൊരു നേതാവ് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന ഭിക്ഷാന്തേഹികളെ നോക്കി കാത്തിരിക്കുകയാണോ നിങ്ങളുടെ പാർട്ടി? നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് നാൾ കുറേ ആയില്ലേ ഇവിടെ സീറ്റൊന്നും കിട്ടുന്നില്ലെങ്കിലും? ഗണേഷ്, നിങ്ങളുടെ പാർട്ടിയിൽ കൊള്ളാവുന്ന നേതാക്കളൊന്നും ഇല്ല എന്നൊരു കുറ്റസമ്മതം കൂടിയാണോ അത്? അല്ല, അങ്ങനെ എന്തിനാ കരുതുന്നത്? അങ്ങനെ കരുതേണ്ട ആവശ്യമുണ്ടോ?
അങ്ങനെ കരുതേണ്ട ആവശ്യം ഒരിക്കലുമില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ആദ്യമേ പറയുന്നു, നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകളിൽ വിശ്വസിക്കുന്ന ആർക്കും ഞങ്ങളുടെ പാർട്ടിയിൽ വന്നു ചേരാം. ആ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും JP നഡ്ഡയുടെയും നേതൃത്വത്തിൽ, കേരളത്തിലാണെങ്കിൽ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തെ അംഗീകരിക്കുവാൻ പറ്റുന്ന ആർക്കും ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യാം, ആർക്കും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാം. അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഈ പാർട്ടിയിലുണ്ട്, പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ പാർട്ടിയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത്തരം കാഴ്ചപ്പാടുകൾ, വികസന കാഴ്ചപ്പാടുകളിൽ ആളുകളിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ അനിൽകുമാർ പറയുന്നു BJPയെ ഒറ്റപ്പെടുത്തി നിർത്തേണ്ട കാഴ്ചപ്പാടുകൾ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും വെച്ചു പുലർത്തിയിരുന്നു. അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ മുതൽ വലിയ ആളുകളായിട്ടുള്ള, വലിയ തരത്തിൽ സംസ്ഥാന തലത്തിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകൾ, പത്മജ വേണുഗോപാലിനെ പോലെയുള്ള ആളുകളൊക്കെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒഴിച്ചിടുന്നതല്ലല്ലോ ഒരു സീറ്റുകളൊന്നും. അത് പാർട്ടിയുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. അത് ഇപ്പോൾ പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞല്ലോ, ഞാൻ സ്ഥാനാർത്ഥിയാവാൻ മാത്രം വന്നതല്ല എന്ന് ഞാൻ ഈ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനൊരു പുതിയ പ്രവർത്തകയാണ്, അതുകൊണ്ട് ഈ പാർട്ടിയെ മനസ്സിലാക്കി കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ആർക്കും ഒഴിച്ചിട്ട് ആരെയും ഒഴിച്ചിട്ട് കൊണ്ട് അവരെ മത്സരിപ്പിക്കുവാൻ വേണ്ടി ഒഴിച്ചിടുന്നതല്ല. കാരണം പാർട്ടിയിൽ നിങ്ങൾ നോക്കൂ, പ്രധാനപ്പെട്ട സീറ്റുകളിൽ ആരാണ് മത്സരിക്കുന്നത്? പ്രധാനപ്പെട്ട സീറ്റുകളിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണ്? BJPയുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളല്ലേ ഈ BJPക്ക് വേണ്ടി ആദ്യഘട്ട പട്ടികയിൽ മത്സരിക്കുന്നത്. അവരെത്ര ശക്തമായിട്ട് മത്സരിക്കുന്നു. പുതുമുഖങ്ങൾ മത്സരിക്കുന്നു, വനിതകൾ മത്സരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. നിങ്ങൾ നോക്കിക്കോളൂ, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. BJPയെ സംബന്ധിച്ചും ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും തന്നെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷൻ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കും, പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ യൂത്തന്മാരുടെ വ്യാജ പ്രസിഡന്റ് ഇന്ന് അവരെ തന്തയ്ക്ക് വിളിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ വേറെ അല്ലെങ്കിൽ മറ്റൊരു BJPക്കാരനോ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ തന്തയ്ക്ക് പിറക്കാത്ത മകൾ എന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ചർച്ചകളായിരിക്കും. ഇന്നത്തെ ആഷ്മിയുടെ ചർച്ചയുടെ പോയിന്റ് തന്നെ അതാവുമായിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു BJPയിലേക്ക് പോയത് കൊണ്ട് അവരുടെ തന്തയ്ക്ക് പിറക്കാത്ത മകൾ എന്ന് വിളിച്ച സമയത്ത് ആർക്കും പ്രശ്നമില്ല, ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇത്രയും നികൃഷ്ടമായിട്ട് വഴിയിൽ തടയുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ യൂത്തന്മാരുടെ വ്യാജ പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് വൈകുന്നേരം മുതൽ BJPയുടെ അംഗത്വം എടുത്തിരിക്കുകയാണ്. നാളെ പത്മജ വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. എന്താ തടയാൻ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നോ, ഞങ്ങളുണ്ട് അവിടെ. പത്മജ വേണുഗോപാൽ ഇന്നലെ വരെ അവർ നിങ്ങളുടെ കൂടെ ആയിരിക്കും. നിങ്ങൾക്ക് തന്ത എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മൈ ഡിയർ എന്ന് KPCC പ്രസിഡന്റ് വിളിച്ചു കളിക്കാം. BJPയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അത് ഞങ്ങളാണ് അവരുടെ എല്ലാ തരത്തിലും സംരക്ഷണം കൊടുക്കുക. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ എങ്ങനെ കോൺഗ്രസിലാണ് തന്തയ്ക്ക് വിളിക്കാവോ? അശ്വി കോൺഗ്രസിലാണ് തന്തയ്ക്ക് വിളിക്കാവോ? കോൺഗ്രസ്സുകാർ അങ്ങനെയാണല്ലോ പരസ്പരം തന്തയ്ക്ക് വിളിച്ചു കളിക്കുന്നത്. നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പരസ്പരം KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ എന്താ വിളിക്കുന്നത് എന്ന് നമ്മൾ കണ്ടല്ലോ. ബയോളജിക്കൽ രീതിയിൽ പറയുന്നതല്ല, രാഷ്ട്രീയമായി പറയുന്നതാണ്. ഇനി രാഷ്ട്രീയമായി പറഞ്ഞതാണെങ്കിലും അത് തെറ്റായ പ്രയോഗം, തർക്കമാക്കരുതില്ല. നാളെ അങ്ങോട്ട് വരാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ എനിക്ക് പറയാനുള്ളത്. ശ്രീ കെ അനിൽകുമാർ, ഇവിടെ AK ആന്റണിയുടെ പുത്രൻ എന്ന് പറയുന്ന എന്താണ് ആ ഒരു വാണിജ്യ ടാഗ് ലൈൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രധാനത്തിൽ പ്രൊപ്പഗണ്ട മെറ്റീരിയൽ ഉപയോഗിക്കാവുന്നതാണ് K കരുണാകരൻ്റെ മകൾ. അത് ഉറപ്പായി ഉപയോഗിക്കാനും പോകുന്നു. K കരുണാകരൻ്റെ മകൾ BJPക്ക് വേണ്ടി ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും ഇനി സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും അല്ലെങ്കിലും പ്രചാരണത്തിൽ ഇറങ്ങാൻ പോകുന്നു. കോൺഗ്രസിൽ നേരിട്ട കാര്യങ്ങൾ അവിടെ പറയാൻ പോകുന്നു. ആ ടാഗ് ലൈനപ്പുറം പത്മജ വേണുഗോപാലിൻ്റെ വരവ് കേരളത്തിലെ BJPക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഗുണം ചെയ്യും എന്ന് കരുതണം ശ്രീ അനിൽകുമാർ? AK ആന്റണിയുടെ മകൻ എന്നൊരു വാക്ക് പറയുന്നത് എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല. തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്ന പോലെ അക്കാര്യങ്ങളിലൊക്കെ ഒരു സംശയം അവശേഷിപ്പിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ
പക്ഷെ അത് അനാവശ്യ യൂത്ത് സംശയമാണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞ പറയുന്നത് ആന്റണിക്ക് AK ആന്റണിയുടെ ബാധകമാണ്. മകൻ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ടാഗ് ലൈൻ ആണ് അല്ല, എന്നൊരു ഞാൻ എന്ന് വിശേഷം സംശയിച്ചില്ല. കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല താങ്കൾ പറഞ്ഞോളൂ. ഞാൻ സംശയം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ ഒരു പ്രശ്നം വരും. സാർ എന്ന് പറയുന്ന ഒരു ഞാൻ ടാഗ് ലൈനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞത്. എന്നെ തെറ്റിദ്ധരിക്കല്ലേ? പക്ഷെ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനെ കുറിച്ചാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. അല്ലാതെ എനിക്ക് പറയുന്നതിനെ ഞാനാരാണ്? കുറിച്ചൊരു തർക്കമുണ്ടെന്ന്. എന്റെ തർക്കം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റും KSUവിന്റെ പ്രസിഡന്റും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തി ഉന്നയിച്ച ചോദ്യം, ആ ചോദ്യം AK ആന്റണിയുടെ ചങ്കത്താ തറയ്ക്കുന്നത്. ഇതിനെല്ലാം ഉത്തരം പറയേണ്ട മാന്യനാണ് ശ്രീമാൻ AK ആന്റണി. ഇവരുടെ എല്ലാം പിതാവാണ് AK ആന്റണി. ഇക്കാര്യത്തിൽ, ഏത് കാര്യത്തിൽ? മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ. AK ആന്റണിയെ പോലെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് വേറെ ആരെങ്കിലും ഈ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടോ? ഇന്നും നിങ്ങൾ AK ആന്റണിക്ക് കൊടുക്കുന്ന എന്തെല്ലാം പരിരക്ഷയാണ്? ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ഈ AK ആന്റണിയുടെ പരിയമ്പറത്തി എന്നിട്ട് ചോദിച്ചോ, നിങ്ങളുടെ വീട്ടിൽ ഇവിടെ ബഹുമാനപ്പെട്ട കാശ്മീർ അവതരിപ്പിച്ചല്ലോ, ഒരു MLAയുടെ മകളായി ജനിച്ചു. ആന്റണിയുടെ മകൻ ആരായിട്ടാണ് ജനിച്ചത്? മുഖ്യമന്ത്രിയുടെ മകനായിട്ട്. ഹാഷ്മി അവതരിപ്പിച്ച ഇൻട്രോയ്ക്കകത്ത് പറയുന്ന ഒരു MLAയുടെ മകളായി ജനിച്ച പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ കുത്തിമലർത്തിയത് വല്ലാത്ത പാതകമാണ്. മുഖ്യമന്ത്രിയുടെ മകനായിട്ട് ജനിച്ച അനിൽ ആന്റണിയാണ്. ആന്റണി മുഖ്യമന്ത്രിയായി കഴിയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ടാണ് അനിൽ ആന്റണി പോയത്. നമുക്ക് ക്ഷോഭം ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? നിങ്ങളെല്ലാം കൂടെ മേലെ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ആദർശത്തിന്റെ പുണ്യവാളനാണ് അദ്ദേഹം. ആ ആദർശത്തിന്റെ പുണ്യവാളത്തരം എവിടെ വരെ എത്തി? ഇനി ഉമ്മൻചാണ്ടിയെ നോക്കിയേ. ഇവിടെ കാലുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഉമ്മൻചാണ്ടി അക്കാര്യത്തിൽ എന്താ വിശുദ്ധനാ? LDFന് 78, 68, UDFന് 72. ഞങ്ങൾ മന്ത്രിസഭയെ മറിക്കാനില്ല എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. എന്തിനാ ഉമ്മൻചാണ്ടി ശെൽവരാജനെ കാലുമാറ്റിയത്? ഈ കാലുമാറ്റം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തെറ്റായി ചെയ്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ചെയ്യാത്ത ഒരു തെറ്റായ കാര്യം പറയില്ല ഇന്ത്യയിൽ. ഈ ശെൽവരാജ് എന്ന് പറയുന്ന ഒരു മുർമുവിന്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഈ മുർമുവിന്റെ പേര് കേൾക്കാൻ തൊട്ട് 7 കൊല്ലായി. അത് കഴിഞ്ഞ് പേരൊന്നുമില്ലേ? കോൺഗ്രസിന്റെ പ്രകൃതി ഒരു മുർമു 7 കൊല്ലം മുമ്പ് കേട്ട പേര്. അത് കഴിഞ്ഞ് പേരൊന്നുമില്ലേ? വേറെ ആരെയും ED പിടിക്കാൻ പറ്റുന്നില്ലേ? തോമസ് ഐസക്കിനെ ED പിടിക്കാൻ പറ്റില്ലേ? ഉടനെ ഞങ്ങളെ കൊണ്ട് ഓടിക്കയറുക. സ്വർണ്ണ കള്ളക്കടത്ത് KT ജലീലിന്റെ പുറകെ പോയില്ലേ? ഓടി അങ്ങോട്ട് കയറിയോ? പിന്നെ ഏതൊക്കെ മന്ത്രിമാരുടെ പുറകെ പോയി? ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടി? ഇവരെല്ലാം ഉടനെ അങ്ങോട്ട് BJPയിലേക്ക് പോയി ചേരുകയാണോ? എന്തൊരു ന്യായം ചമയ്ക്കുന്നു? ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന പാർട്ടി അതിന്റെ ഭാഗമായ രാഷ്ട്രീയ അവസരവാദത്തിന്റെ ആഴങ്ങളിലാണ് നിൽക്കുന്നത്. ആ അവസരവാദം BJP കോൺഗ്രസ് കൂട്ടുകെട്ടിലേക്ക് ഈ 3 കൂട്ടരും കൊണ്ടുപോയി. ആന്റണിയുടെ ചില പ്രസ്താവനകൾ നോക്കൂ. ആ പ്രസ്താവനകളുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ആ പ്രസ്താവനകൾ BJPയുടെ വോട്ട് ബാങ്കിനെ കൂട്ടിച്ചേർക്കാനുള്ളതായിരുന്നു. ഇതൊക്കെ തരാതരം പോലെ കയറ്റിയ 3 മുഖ്യമന്ത്രിമാരാണ് ബഹുമാനപ്പെട്ട ശ്രീ K കരുണാകരനും AK ആന്റണിയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും. അതിൽ 2 ആളുകൾ ഇപ്പോൾ ഇല്ല, ഒരാളിപ്പോൾ ജീവിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ലേ? പത്മജ വേണുഗോപാൽ പോയപ്പോൾ ആന്റണിയുടെ പ്രസ്താവന എന്താ കേൾക്കാത്തത്? എന്താ വരാത്തത്? ഇതാണ് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ കാലം MPയും കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ദീർഘകാലം 33 വയസ്സ് മുതൽ 78-80 വയസ്സ് വരെ ഇരുന്നൊരു മഹാ നേതാവാണ് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി. എന്നിട്ട് ഉത്തരം പറയാൻ ബാധ്യതയില്ലേ? ആന്റണി ഉത്തരം പറയണം. ആരെങ്കിലും ആന്റണിയോട് ഉത്തരം ചോദിച്ചോ? എന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ വന്നിട്ട് CPM എന്ന ആളുകൾ അങ്ങോട്ട് എവിടെ കൊഴുകുന്ന പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ 1000-ഓളം പേര് കൊല്ലപ്പെട്ടു ബംഗാളിൽ. ത്രിപുരയിൽ എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു. ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ BJPക്കെതിരായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടോ? ഞങ്ങളുടെ 1000-ഓളം പ്രവർത്തകർ ബംഗാളിൽ കൊല്ലപ്പെടുകയും പാർട്ടി ഓഫീസുകൾ കടന്നാക്രമിക്കപ്പെടുകയും ഞങ്ങളുടെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കടന്നാക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പോയിട്ടുണ്ട് ചിലപ്പോ. അത് BJP അല്ല, അവിടെ തൃണമൂല ചെയ്തത്. ആ തൃണമൂല ചെയ്തതിന് ശേഷം BJP ഇവിടെ വന്നു. ആ BJPയുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിലാണ്. ബംഗാളിൽ ഞങ്ങൾ യുദ്ധത്തിലാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ്. ത്രിപുര പിന്നെ ആരാ യുദ്ധത്തിൽ? ത്രിപുരയിൽ CPMന്റെ പുറകെ വന്നിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. ഞങ്ങൾ യുദ്ധത്തില്ല, പിന്നെ നിങ്ങളെന്തിനാ ഞങ്ങളുടെ കൂടെ കൂടിയത് ത്രിപുരയിൽ? അപ്പൊ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, സുധാകരന് പത്മജ വേണുഗോപാലിന്റെ മുഖത്ത് നോക്കാൻ തന്റെ ഇടമുണ്ടോ? സുധാകരൻ എന്ന് പറയുന്ന KPC പ്രസിഡന്റിന് മുഖത്ത് നോക്കാൻ തന്റെ ഇടമുണ്ടോ?
RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന പാരമ്പര്യം പറയുന്നത് സുധാകരന് പത്മനാഭ പെരുമാളിന് ചോദിക്കാനാ കാര്യം? അവിടെയാണ് പറയുന്നത് BJPക്ക് ഈ കേരളത്തിനകത്ത് ഒരു സ്വീകാര്യതയ്ക്ക് ശരിവെച്ചു കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ഇനിയെങ്കിലും തിരുത്തണം. നിങ്ങളുടെ ശത്രു പിണറായിയാണോ മോദിയാണോ? നിങ്ങളുടെ ശത്രു BJP ആണോ LDF ആണോ അല്ലെങ്കിൽ CPM ആണോ? ഞങ്ങളുടെ ശത്രു പിണറായിയാണ്, ഞങ്ങളുടെ ശത്രു LDF ആണ്. മോദിക്കെതിരെ മിണ്ടില്ല. ഞാൻ ചോദിക്കുന്ന ഇന്നലെ വൈകുന്നേരം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് അടി കിട്ടിയിട്ട് കേരളത്തിന് അനുകൂലമായൊരു വിധി ഉണ്ടാക്കിയിട്ട് ഇന്നലെയും പറയുന്നത് കേട്ടു പിണറായിക്കെതിരായിട്ട് ചാനൽ ചർച്ചകളിൽ വന്ന നേതാക്കന്മാർ പ്രസ്താവന നടത്തിയ പ്രതിപക്ഷ നേതാവ് ഒരു ദിവസമെങ്കിലും മോദിക്കെതിരെ ഒരു വാക്ക് പറയൂ നിങ്ങൾ? അപ്പൊ പിന്നെ പത്മനാഭ വേണുഗോപാലും മോദിയുടെ കൂടെ പോയാൽ നിങ്ങൾക്ക് എന്താ വിചാരിക്കുന്നത്? പിന്നെ ഈ ദിവസം ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും കേൾക്കാൻ ധൈര്യമായിട്ട് പറയാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പുറകെ ED വരാനില്ല. ജിൻഡോ, ഈ ദിവസം CPM നേതാക്കൾ പറഞ്ഞ ആരോപണങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് നിങ്ങൾ. ഒരു ED വന്നാലും ഒരു ചുക്ക് നടക്കില്ല. ശ്രീ ജിൻഡോ, ഇന്നിപ്പോ ആരാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞു, എന്തോ EDയുടെ കാര്യം പറയുന്നു ബിന്ദു കൃഷ്ണ. കെ സുരേന്ദ്രൻ പറയുകയാണ് ഈ ബിന്ദു കൃഷ്ണ അടക്കം ഞങ്ങളുമായി ചർച്ച നടത്തിയവരാണ്. കെ സുരേന്ദ്രൻ പറയുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, ഞെട്ടുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇനിയും കോൺഗ്രസ് അല്ല പ്രധാനപ്പെട്ട നേതാക്കൾ ഇനിയും BJPയിലേക്ക് വരാനിരിക്കുന്നു. അതിനുവേണ്ടി സ്ഥാനാർത്ഥിപ്പെട്ട് ഞങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്നു. ആരൊക്കെ ഏത് വഴിക്ക് പോകുന്നു ഉറപ്പുണ്ടോ ജിൻഡോയ്ക്ക്? ഹാഷ്മി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ ദിവസം ഇതൊക്കെ കേൾക്കാൻ കോൺഗ്രസ്സുകാർ ബാധ്യതപ്പെട്ടാണ്. ഹാഷ്മി ഒരു പക്ഷേ വാക്ക് ഇതിനൊക്കെ പറയട്ടെ. മറുപടി പറയാനുള്ള ഒരു സമയം വാക്ക് ഹാഷ്മി പറയട്ടെ. എനിക്ക് തരണം. ചിലക്ക് പറഞ്ഞതാണ് ഒരു വാക്ക് ഞാൻ പറയാം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. കോൺഗ്രസ് തിരുത്താൻ തയ്യാറുണ്ടോ? നിങ്ങൾ പാർലമെന്റിലേക്ക് പോകുന്നു, ഇന്ത്യ മുഴുവൻ പാർലമെന്റിലേക്ക് പോകുന്ന, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഒരു ബൂത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഞങ്ങൾ വേദനിച്ചേനെ. അദ്ദേഹം പറഞ്ഞ മുഖവിലേക്ക് എടുത്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾ തൃക്കാക്കര സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ നോക്കിയപ്പോൾ ബൂത്തിന്റെ പ്രസിഡന്റിനെ തപ്പിയില്ല, മരിച്ച നേതാവിന്റെ ഭാര്യയുടെ പുറകെ പോയി. പുതുപ്പള്ളി വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ മകന്റെ പുറകെ പോയി. ഹൈബി ഈഡൻ എങ്ങനെയാ വന്നത്? ബൂത്ത് പ്രസിഡന്റായിട്ടാണ് വന്നത്. നിങ്ങൾ എവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ MLA സ്ഥാനാർത്ഥി MP സ്ഥാനാർത്ഥി വരുന്നു, അതെല്ലാം മരിച്ച നേതാക്കന്മാരുടെ മക്കളാകുമ്പോഴാണ് പത്മനാഭ വേണുഗോപാലിന് വെയിറ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾ ബൂത്ത് പ്രസിഡന്റുമാരുടെ പുറകെ പോയിരുന്നെങ്കിൽ ഈ പത്മനാഭ വേണുഗോപാലിന് ഒരു സ്വരവുമില്ല. പക്ഷെ നിങ്ങൾ മരിച്ച നേതാക്കന്മാരുടെ മക്കൾക്ക് സ്ഥാനം കൊടുക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മകന് സ്ഥാനം കൊടുത്തു, എനിക്കെന്തുകൊണ്ടില്ല? അനിൽ ആന്റണി ചോദിക്കുന്ന എന്താണ്? ഉമ്മൻചാണ്ടിയുടെ മകൻ MLA ആയി, പിന്നെ എനിക്കെന്നാ കിട്ടാത്തത്? അതുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ മരിച്ച നേതാക്കന്മാരുടെ മക്കൾക്ക് വീതം വെപ്പിന്റെ പ്രശ്നമായത്. പ്രശ്നം ബൂത്ത് പ്രസിഡന്റിന്റെ പ്രശ്നമല്ല. ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ അവസരം തരാതെ താങ്കൾ പറഞ്ഞത് ഈ ദിവസം ഇതൊക്കെ കേൾക്കാൻ കോൺഗ്രസ്സുകാർ ബാധിതപ്പെട്ട ആളുകളാണെന്ന്. പക്ഷേ ഇതിനുള്ള ചോദ്യത്തിനുള്ള മറുപടി പറയാൻ കൂടി എനിക്ക് അവസരം തരണം. ഇപ്പോൾ അനിൽകുമാർ തന്നെ 8 മിനിറ്റ് സംസാരിച്ചു, താങ്കൾ വലിയ ഇടപെടൽ നടത്തില്ല. അപ്പൊ എന്നെ ഇനി ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം എനിക്ക് തരണം. അദ്ദേഹം വലിയ കഥയൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് ഈ കോൺഗ്രസിൽ നിന്ന് ചോർന്നു പോകുന്ന ആളുകൾ, അപ്പൊ അദ്ദേഹം പറഞ്ഞത് മുർമുവിന്റെ കാര്യം മാത്രം അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ 7 വർഷമായിട്ട്. കേരളത്തിലെ ചരിത്രം ഒന്ന് പരിശോധിച്ചു അനിൽകുമാറെ. വിശ്വനാഥ മേനോൻ എന്ന് പറഞ്ഞ് 87 നയനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി BJP സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളത്ത് മത്സരിച്ചു. നിങ്ങളുടെ നിലപാടെന്താ? അൽഫോൺസ് കണ്ണന്താനം കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്നു. പിണറായി വിജയന്റെ മനസാക്ഷി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിരുന്നു. പിണറായി വിജയന്റെ ഓമന പുത്രനായിരുന്നു. അദ്ദേഹം BJPയിൽ ചെന്ന് ചേക്കേറി കേന്ദ്രമന്ത്രിയായി. നിങ്ങളുടെ നിലപാടെന്താ? PC തോമസ് NDAയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടത് സഹയാത്രികനായിരുന്നു, ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? പാലക്കാട് നഗരസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു BJPക്ക് ഒരു നഗരസഭ കിട്ടുന്നത് എങ്ങനെയാ? തെരഞ്ഞെടുപ്പിന്റെ ദിവസം CPMന്റെ അംഗങ്ങൾ വിട്ടുനിന്നുകൊണ്ട് BJPക്ക് അനുകൂലമായിട്ട് വിട്ടുനിന്നതുകൊണ്ട് മാത്രമാണ് പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്നത്. ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇനി കേരളത്തിലെ മാത്രം നമ്മൾ CK പത്മനാഭൻ ഏത് പാർട്ടിയായിരുന്നു? DYFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബിജു കൃഷ്ണൻ ഇടുക്കിയിൽ മത്സരിച്ച ബിജു കൃഷ്ണൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബിജു കൃഷ്ണൻ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. TV ബാബു കഴിഞ്ഞ പ്രാവശ്യം ആലത്തൂർ മത്സരിച്ച സ്ഥാനാർത്ഥി, അത് CPIയുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അബ്ദുള്ള കുട്ടി നിങ്ങളുടെ അത്ഭുത കുട്ടിയായിരുന്നല്ലോ, അദ്ദേഹം 3 വട്ടം MP ആയില്ലേ കണ്ണൂരിൽ നിന്ന് BJPയിലേക്ക് പോയപ്പോൾ? അതിന്റെ കാരണം എന്തായിരുന്നു? ശ്രീനഗരി രാജൻ എന്ന് പറഞ്ഞ BJPയുടെ ദേശീയ കൗൺസിൽ മെമ്പർ MM മണിയോട് മത്സരിച്ച് 2 വോട്ടിന് പരാജയപ്പെട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരാജയപ്പെട്ട് ഇടുക്കിയിലെ മുന്തിയ നേതാവ് BJPയിലേക്ക് പോയല്ലോ. നിങ്ങൾക്ക് പരാതി ഉണ്ടായില്ലേ? അപ്പൊ ഗഗൻ മുർമുവിന്റെ മാത്രം ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഗഗൻ മുർമു 19 വർഷം CPMന്റെ MLA ആയിരുന്നു ബംഗാളിൽ. BJPയുടെ MP ആണ്. MLA സ്ഥാനം രാജിവെക്കാതെ MP ആയിട്ട് മത്സരിച്ചു. മഫൂജ ഖാത്തൂർ 10 വർഷം MLA ആയിരുന്നു കുമർഗഞ്ചിൽ നിന്ന്. അവർ BJPയിലേക്ക് പോയി. മൊവാഷിർ അലിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, BJPയിലേക്ക് പോയി. അശോക്
അശോക് ദിന്ദ, തപസി മണ്ഡൽ, ഗഗൻ മുർമു, സ്വദേശ് രഞ്ജൻ നായക്, ദീപാലി ബിശ്വാസ്, നികുഞ്ച ഹൈഷ്, അങ്കഡ് ഭൗരി, ദേവേന്ദ്രനാഥ് റോയ്, ജ്യോതിർമയ് സിദ്കർ, ഇങ്ങനെ നൂറുകണക്കിന് CPM-ന്റെ MLA-മാരും MP-മാരും BJP-യിലേക്ക് ചേക്കേറി. ഇതൊന്നും നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞ 7 വർഷമായിട്ട് നിങ്ങൾ പത്രമൊന്നും വായിക്കുന്നില്ലേ? ചാനൽ വാർത്തകളൊന്നും കേൾക്കുന്നില്ലേ? ഇനി ഈ ഏറ്റവും അടുത്ത കാലത്ത് തൃണമൂൽ കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ബംഗാളിൽ CPM-ഉം BJP-യും തമ്മിൽ സഖ്യം ചേർന്നുകൊണ്ട് പോളിറ്റ് ബ്യൂറോയുടെ പോലും നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒന്നിച്ച് റാലികൾ നടത്തി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ അംഗൻ മയൂരുടെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ബാധ്യതപ്പെട്ടവരെന്നുള്ള CPM അല്ല, നിങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി. നയിക്കേണ്ടവർ നിങ്ങളല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയ മുഖ്യമന്ത്രിമാർ എണ്ണം എത്രയാണെന്ന് അറിയോ? ജിൻഡോ, ആ കമൽനാഥ് പകുതി വഴി പോയി തിരിച്ചു വന്നതാണ്. എന്താണ് കാരണം? കമൽനാഥിനും കമൽനാഥിന്റെ മകനും കൂടി ഒരേ പദവി വേണമെന്ന് കമൽനാഥിന്റെ ആവശ്യം BJP അംഗീകരിച്ചില്ല. അത് BJP അംഗീകരിച്ചാൽ കമൽനാഥ് നാളെ പോയി. എനിക്ക് ഇടപെടാതെ ഒരു 2 മിനിറ്റ് അവസരം തരൂ. CPM ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കേഡർ പാർട്ടിയല്ലേ? ഇതിൽ നിന്ന് 100 കണക്കിന് MLA-മാർ പോകുന്നു. കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ആളുകൾ പോകുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന CPM ഇന്ത്യയിൽ BJP-ക്കെതിരെ ഉയർത്തെഴുന്നേൽപ്പിന് അല്പമെങ്കിലും ജീവൻ അവശേഷിക്കുന്ന കോൺഗ്രസിനാണ്. നിങ്ങളുടെ MLA-മാർ പോയ ബംഗാളിൽ നിങ്ങൾക്ക് ഇന്ന് മത്സരിക്കണമെങ്കിൽ, പോളിംഗ് ബൂത്തിൽ പോകണമെങ്കിൽ കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടി പിടിക്കണ്ടേ? എന്നിട്ടാണ് നിങ്ങൾ കോൺഗ്രസിനെ നാണം കടത്താൻ വരുന്നത്. കോൺഗ്രസിന് ഒരു പ്രയാസമില്ല. കോൺഗ്രസ് ഇനിയും BJP-ക്കെതിരെ പോരാടും. ഇനി നിങ്ങൾ BJP-ക്കെതിരെ നടത്തിയ പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞാൽ, ബംഗാളിൽ 35 വർഷക്കാലം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങളുടെ MLA-മാർ എവിടെയാ? എത്ര MLA-മാർ നിങ്ങൾക്കുണ്ട്? മുൻ MLA-മാരൊക്കെ എവിടെയാ? എന്തുകൊണ്ട് പത്മജ BJP-യിലേക്ക് പോയെന്ന ചോദ്യത്തിന് CPM-ഉം പോയിട്ടുണ്ടല്ലോ എന്ന മറുപടിയുമായി എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? എന്തുകൊണ്ട് ബൽറാം ജാക്കറുടെ പുത്രൻ, എന്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രിമാർ, എന്തുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ, എന്തുകൊണ്ട് കോൺഗ്രസിന്റെ കുന്തമുനകളായ, എന്തുകൊണ്ട് രാഹുൽ ബ്രിഗേഡായ ആൾക്കാരൊക്കെ പുഷ്പം പോലെ BJP-യിലേക്ക് പോയിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഏതോ മുർമു, ഏതോ മയൂരി എന്നൊക്കെയുള്ള മറുപടി എത്ര നാൾ പിടിച്ചിരിക്കാൻ കഴിയും? ജിൻഡോ, ഏതോ മുർമുവും ഏതോ മയൂരിയും ഒന്നല്ല, 10-20 വർഷക്കാലം CPM-ന്റെ MLA-മാരായിട്ട് ബംഗാളിൽ അടക്കി ഭരിച്ച MLA-മാർ. ഏതോ മുർമു ഒന്നും ആവില്ല, മനസ്സിലായോ? ഇനി കോൺഗ്രസിൽ നിന്ന് പോകുന്നവര് ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അടക്കം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് മാർച്ച് നടത്തുന്നു. ED റെയ്ഡ് ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അദ്ദേഹം BJP-യിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അഴിമതിക്കാരനല്ലാതെ ആകുന്നു. അതുപോലെ അജിത് പവാറിനെതിരെയുള്ള ED കേസുകളൊക്കെ എഴുതി തള്ളുന്നു. ഇന്ന് പത്മജ വേണുഗോപാൽ തന്നെ BJP-യിൽ ചേർന്നതിന് ശേഷം അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്ന എന്താ, ED വന്നാൽ ഗുരുവായൂരപ്പന് പോലും തടയാൻ പറ്റില്ല, BJP-യിൽ ചേർന്നു എന്നാ പറഞ്ഞേ. അത് ശരിയല്ലേ? അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. അതിന്റെ പേരിൽ കോൺഗ്രസ് അവർ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്നാണ്. ഉറപ്പുണ്ടോ ജിൻഡോ? ഉറപ്പാണ് ഹാഷ്മി, ഉറപ്പാണ്. അത് അവരിട്ടതാണ് ആണ് കരുതുന്നത്. ഫേസ്ബുക്ക് പേജിൽ ഇടാനിരിക്കുന്ന ആള് പോലും പത്മജയുടെ കൂടെ പോയിട്ടില്ലെങ്കിൽ പിന്നെ പത്മജയുടെ കൂടെ ആരുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്വന്തം ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന ആൾ പോലും പത്മജയ്ക്ക് അനുകൂലമായിട്ടില്ലെങ്കിൽ പിന്നെ ആര് പോയി എന്നാണ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ടാണ് കോൺഗ്രസിന് കേരളത്തിൽ പത്മജ പോയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. നേതാക്കളുടെ മക്കളും ഭാര്യമാരെയൊക്കെ മത്സരിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. സുശീല ഗോപാലൻ എങ്ങനെയാ പാർട്ടിക്കാരിയാകുന്നത്? എങ്ങനെയാ പാർട്ടിയിൽ മത്സരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. അതുപോലെ ഈ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഉണ്ടല്ലോ, ബിന്ദു എത്ര സ്ഥലത്ത് SFI പ്രവർത്തനം നടത്തി, സമരം നടത്തി, ജയിലിൽ പോയി. DYFയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നോ? SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നോ? എത്ര സമര പോരാട്ടങ്ങൾ നടത്തി? CPM-ന് വേണ്ടിയിട്ട് എന്ത് സമരം നടത്തി? നിങ്ങൾ പറയണ്ടേ? ഇപ്പൊ ബിന്ദു ആയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭർത്താവ് മത്സരിക്കുന്നുണ്ടല്ലോ പാലക്കാട്. നിങ്ങൾ പറയുന്നത് ബിന്ദുവിന് രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉണ്ട്. ബിന്ദുവിന് രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉണ്ട്. ബിന്ദു വിജയരാഘവന് ഭാര്യ അതിന് മാത്രം ഒന്നാണോ? ബിന്ദുവിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ പോലെ തന്നെയാണ് തൃക്കാക്കരയിൽ മത്സരിച്ച ഉമാ തോമസും. KSUവിന്റെ തീപ്പൊരി പോരാളിയായിരുന്നു മഹാരാജ് കോളേജിൽ. വിവാഹിതയായ ഒരു സ്ത്രീ 10-20 വർഷക്കാലം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിന്നില്ല എന്നോർത്ത് അവർ രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയ ബോധമില്ലാത്തവരാണെന്ന് CPM-കാർക്ക് എങ്ങനെ നിശ്ചയം കിട്ടുക? ശരി ഗണേഷ്, എന്തായാലും നിങ്ങളുടെ നല്ല കാലമാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ തമിഴ്നാടിനപ്പുറം ഒരു MLA BJP-യിൽ ചേർന്ന ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അത് കേരളം കടന്നു വരുന്നു. പത്മജ വേണുഗോപാൽ നിങ്ങളുടെ ക്യാമ്പിലേക്ക് വരുന്നു. ഇനി ഏതൊക്കെ നേതാക്കളെ ഏതൊക്കെ പാർട്ടികളിൽ നിന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ? ഗണേഷ്, ഈ ജനകീയ നേതാക്കളെല്ലാം അവര് മനസ്സിലാക്കുന്നു എന്നതാണ്. അല്ല, ജനകീയ നേതാക്കൾ എന്ന് പറയരുത്. പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയും ജനകീയ നേതാക്കൾ എന്ന് പറയരുത്. അതെന്താ? അവർ ജനകീയ നേതാക്കളല്ലേ? അവർ ജനങ്ങളുടെ ഇടയിലല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ജനകീയ നേതാക്കൾ എന്നല്ലാതെ പിന്നെ എങ്ങനെയാ പറയാ? അല്ല, അതിന്റെ മാറ്റുരക്കലാകും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകൾ നേതാക്കൾ തന്നെയാണ്. അവരുടെ ജനകീയതയുടെ മാറ്റുരക്കലാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിൽ
ഉണ്ടാവുക, അല്ലെങ്കിൽ ജയപരാജയം എന്നതിനപ്പുറം കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം, കിട്ടുന്ന ഭൂരിപക്ഷം ഒക്കെ അവരുടെ ജനകീയതയുടെ മാറ്റൊരുക്കൽ കൂടിയാണ് അല്ലേ? മുകുന്ദപുരത്ത് 1.5 ലക്ഷം വോട്ടിന് തോറ്റ പത്മജയാണോ ജനകീയ? വി എസ് അച്യുതാനന്ദൻ തോറ്റിട്ടില്ലേ? വി എസ് അച്യുതാനന്ദൻ തോറ്റിട്ടില്ലേ? വി എസ് അച്യുതാനന്ദൻ തോറ്റത് കൊണ്ട് ജനകീയ നേതാവ് അല്ലാതായിരുന്നോ? നിങ്ങൾ പറ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മാനദണ്ഡമെങ്കിൽ, തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ് മാനദണ്ഡമെങ്കിൽ അങ്ങനെയാണോ? സർ, വി എസ് ജയിച്ചിട്ടില്ലേ? വി എസ് തോറ്റിട്ടില്ലേ? വി എസ് ജയിച്ചിട്ടില്ലേ? വി എസ് തോറ്റിട്ടില്ലേ? വി എസ് ജയിച്ചിട്ടില്ലേ? താങ്കൾ പത്മജയെ വി എസുമായി കമ്പയർ ചെയ്യണോ? താങ്കൾ പത്മജയെ തോറ്റിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ താങ്കൾ പത്മജയെ വി എസുമായി കമ്പയർ ചെയ്യണം. ചെറിയ സംഘടനകൾ, ചെറിയ പരിസ്ഥിതി സംഘടനകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കുപോലെ കടന്ന വാക്കുകളൊക്കെ വലിയ ചെറിയ സംഘടനകളാണ്. ഈ ഇലക്ഷന്റെ പട്ടിക പരിശോധിച്ച് നോക്കിയാൽ ചെറിയ പേരുകളൊക്കെ കാണാൻ സാധിക്കും. ചെറിയ സംഘടനകളാണ്. ചെറിയ എന്താ പറയാ, നോട്ടയ്ക്ക് അടുത്തുള്ള ചെറിയ വോട്ടുകളാണ് അവർക്ക് ലഭിക്കുന്നത്. അവരെത്ര വർഷമായിട്ട് അവരിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നില്ലേ? എത്ര ജനകീയ പ്രശ്നങ്ങളിൽ അവരിടപെട്ട് ആറന്മുള പോലെയുള്ള സമരങ്ങൾക്ക് പിന്നിൽ എന്തായിരുന്നു അവരുടെയൊക്കെ പങ്ക് എന്ന് നമുക്ക് തിരസ്കരിക്കാൻ കഴിയുമോ? അപ്പോൾ അവർ ജനകീയ നേതാക്കൾ ആയിരുന്നില്ലേ? അപ്പോൾ അവിടെ ഈ എന്താ പറയാ, വോട്ടിന്റെ എണ്ണം നോക്കി മാത്രമാണോ നിങ്ങൾ ജനകീയ നേതാക്കന്മാരെ തീരുമാനിക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ അതൊരു വല്ലാത്ത കാഴ്ചപ്പാട് തന്നെയാണ്. എന്തായാലും ഇത്തരം ജനകീയ നേതാക്കളെല്ലാം ജനങ്ങളുടെ പൾസ് തിരിച്ചറിയുന്നു എന്നതാണ്. ഇവിടെ ചാലക്കുടിയിൽ പത്മജ ജയിക്കും, അങ്ങനെയാണോ? അശ്വി, ശബ്ദത്തിന് അല്ല, ചാലക്കുടിയിൽ പത്മജ വേണുഗോപാൽ ജയിക്കും എന്നാണോ ശ്രീ ഗണേഷ് പറഞ്ഞു വരുന്നത്? എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അല്ല, ചാലക്കുടിയിൽ അവർ മത്സരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പാർട്ടി അവിടുത്തെ ലിസ്റ്റ് വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ ചർച്ചയിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന് മുന്നേ അവിടെ പ്രഖ്യാപിച്ചതായി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് അവർ മത്സരിക്കുകയാണെങ്കിൽ എല്ലാ സീറ്റിലും 20 സീറ്റുകളിലും ഞങ്ങൾ ജയിക്കുവാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. അശ്മി, ഞങ്ങൾ ജയിക്കുവാൻ വേണ്ടിയാണ്. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന 370 ഒറ്റയ്ക്ക് BJP ഒറ്റയ്ക്ക് 370 NDA 400 സീറ്റും എന്ന് പറയുന്നത് ഈ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം ആദ്യമൊക്കെ ഇവർ കേൾക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും CPM നേതാക്കന്മാരും ഒക്കെ അതിനെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആളുകളുടെയൊക്കെ മാറ്റം സൂചിപ്പിക്കുന്നത് ഇവർക്കുള്ള വെപ്രാളമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർക്കും CPM നേതാക്കന്മാർക്കും കാണുന്ന വെപ്രാളം, BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം, ഒരു വേവ് രാജ്യത്തും സംസ്ഥാനത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അവർക്കുള്ള വെപ്രാളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കെ കരുണാകരന്റെ എന്താ പറയാ ഭാര്യയെയും കെ കരുണാകരന്റെ പിതൃത്വത്തെയും പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നത്. അവരുടെ കാരണം അവർക്ക് ആ ഒരു വിരളി പിടിക്കൽ ഇപ്പൊ ജിൻഡോയുടെ സംസാരത്തിൽ കണ്ടില്ലേ? ജിൻഡോ ആകെ വിരളി പിടിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ അനിൽകുമാറിന് കോൺഗ്രസ് തകർന്നു പോകുന്ന സമയത്ത് എതിർഭാഗത്ത് BJP വന്നാൽ അത് വലിയ ക്ഷീണം ചെയ്യും. കാരണം ഒരു ഓൾട്ടർനേറ്റീവ് BJP കോൺഗ്രസ് മാറി മാറി ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഓൾട്ടർനേറ്റീവായിട്ട് BJP മാറുന്നത് ജനങ്ങളുടെ ശ്രദ്ധ BJPക്ക് അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് വികസന കാര്യങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിയുന്ന ഈ കാലഘട്ടത്തിൽ അത് BJPയിലേക്ക് മാറുമെന്നുള്ള പേടിയാണ് ഇവിടുത്തെ അനിൽകുമാറിനും ജിൻഡോയും പോലെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരെയും CPM നേതാക്കന്മാരെയും ഒക്കെ വിരൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ED വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ല, BJPയിൽ ചേരുക ഒരു നിവൃത്തിയുള്ളൂ, അത്രേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പത്മജ വേണുഗോപാൽ എന്തായാലും ഫേസ്ബുക്കിൽ എഴുതില്ല. ജിൻഡോ വേണുഗോപാൽ എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ എഴുതാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഹാഷ്മിയോട് സംസാരിച്ച, ഹാഷ്മിയോട് നേരിട്ട് പങ്കെടുത്ത മറ്റേ നമ്മുടെ 24ന്റെ പരിപാടി ഉണ്ടല്ലോ, അതിലവർ പറഞ്ഞത് അവർക്ക് സ്വന്തമായിട്ട് വേറെ ആരുമില്ല, അവർ തന്നെയാണ് എഴുതുന്ന. ഒന്നുകിൽ അവർ നിങ്ങളോട് കള്ളം പറഞ്ഞു വന്ന്, അല്ലെങ്കിൽ ഇന്ന് അവർ കേരളത്തോട് കള്ളം പറഞ്ഞു. ഏതെങ്കിലും ഒരു കാര്യം സത്യമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞ വാദത്തോടെ എനിക്കിത് ഫേക്ക് ആണോ എന്നറിയില്ല, ഇനി ഹാക്ക് ചെയ്താണോ എന്നറിയില്ല, അഡ്മിൻ പണിയെടുത്താണോ എന്നറിയില്ല. പത്മജ വേണുഗോപാൽ ED വന്ന പേടി കാരണം ഞാൻ BJPയിലേക്ക് പോയി എന്ന് സ്വയം സമ്മതിക്കുമോ? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ സ്വയം സമ്മതിക്കുമോ? നോക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ പത്മജയുടെ Facebook ID ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞ വാദത്തോട് യോജിക്കാൻ ഫേസ്ബുക്കിൽ എഴുതുന്നത് അവർ നേരിട്ടിട്ട് പത്രമാധ്യമങ്ങളോട് സംസാരിച്ചില്ലേ? അവരെന്താ പറഞ്ഞത്? അവർക്ക് അങ്ങനെ അവർക്ക് പറഞ്ഞാൽ പോരെ പത്രമാധ്യമങ്ങളോട്? എന്തോ ഇങ്ങനെ ഒരു സാധനം അതിന്റെ വസ്തുത അവർ തന്നെ പറയട്ടെ. കാലങ്ങൾക്ക് മുമ്പ് കള്ളം പറഞ്ഞു എന്നാണ് അതിന്റെ തെളിവ്. ശരി, ശിവകുമാർ ഇവിടെ MAV പറയുകയാണ്, BJP നേതൃത്വം മര്യാദയില്ലാതെ മറ്റു പാർട്ടിക്കാരെ പിടികൂടി ജനാധിപത്യ വിരുദ്ധ ശൈലി സ്വീകരിക്കുന്നു. BJP ആണ് പ്രതിസ്ഥാനത്ത്. ഭീഷണിപ്പെടുത്തിയും പ്രലോഭിച്ചുമാണ് BJP ആളെ കൊണ്ടുപോകുന്നത് പറയുന്നത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ്. അത് ED അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കടക്കം ആ വിമർശനം ഉണ്ടല്ലോ. ശ്രീ അനിൽകുമാർ, പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിർത്തേണ്ടത് കോൺഗ്രസിനെയാണോ BJPയാണോ? അനിൽകുമാർ,
കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിലെ PCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? മോദിയെ പുകഴ്ത്തി. നമ്മൾ ആരെ പ്രതിസ്ഥാനത്ത് നിർത്തണം? അവരുടെ മകൻ അവിടെ മന്ത്രിയാണ്. 6 കോൺഗ്രസ്സുകാർ കാര്യമാറി സിഗ്വിയെ തോപ്പിച്ചു. നമ്മൾ ആരെ പ്രതിസ്ഥാനത്ത് നിർത്തണം? നിങ്ങൾ കോൺഗ്രസ്സുകാരെ വിശ്വസിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടാൽ അവർ BJPയുടെ പിന്നാലെ പോകുമെങ്കിൽ നിങ്ങൾ ആരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത്? ഈ നരേന്ദ്രമോദി വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ കൂടെ ഉണ്ണാൻ പോയ കൊല്ലം MP പ്രേമേന്ദ്രനെ ഏറ്റവും അധികം ന്യായീകരിച്ച അത് ആരാണ്? കെ മുരളീധരൻ. ഇന്ന് പത്മനാഭ വേണുഗോപാൽ പോയപ്പോൾ മുരളീധരൻ്റെ രൂപം മാറി. സ്വന്തം തടിക്കിട്ട് കൊള്ളും. എന്തിനാണ് പ്രേമേന്ദ്രനെ ന്യായീകരിക്കുന്നത്? ഞാനാണ് കൂടെ പോയനെ. അപ്പോൾ എന്താ ന്യായം? നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള UDFന്റെ MPമാരായി മത്സരിക്കുന്നവരുടെ നിലവാരം എന്താണ്? അവർ പാർലമെന്റിൽ പോയി BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാകട്ടെ എന്ന് കൊല്ലം MP NK പ്രേമേന്ദ്രൻ ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പൊളിറ്റിക്കലി കറക്റ്റാണോ? ഞാൻ ബഹുമാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ പൊളിറ്റിക്കലി കറക്റ്റൻസ് ഞാൻ പറയുന്നില്ല. അത് സഭ്യതയ്ക്ക് നിരക്കുന്നതല്ലോ. അദ്ദേഹം PC ജോർജിന്റെ നിലവാരത്തിൽ അദ്ദേഹം നിലപാടെടുത്തു. എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, മോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. മോദി ഒരു കാര്യം നടപ്പാക്കിയാൽ, മോദി ഒരു കാര്യം പറഞ്ഞാൽ അത് ഇന്ത്യയിൽ നടക്കും. മോദി ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കും. ആരാ പറഞ്ഞത്? അത് പറഞ്ഞത് NK പ്രേമേന്ദ്രനാ. റെയിൽവേ ഉദ്ഘാടനത്തിൽ ഈ പ്രേമേന്ദ്രനെ ഡൽഹിയിലേക്ക് വിട്ടിട്ട് പ്രേമേന്ദ്രൻ അപ്പോൾ കൂറുമാറിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആരെ പറയണം? അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ UDF ഉണ്ടാക്കിയ പൊളിറ്റിക്സാണ് പ്രശ്നം. നിങ്ങൾ BJPക്കെതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ശരി, കോൺഗ്രസ് യുദ്ധം ചെയ്യട്ടെ. പക്ഷെ കോൺഗ്രസിന്റെ കേരളത്തിലെ ഫോക്കസ് എന്താണ്? പിണറായി വിജയനെ കൊല്ലണം. പിന്നെ എന്തിനാ നിങ്ങൾ തമിഴ്നാട്ടിൽ നാണമില്ല നിങ്ങൾക്ക്? നാണമില്ല നിങ്ങൾക്ക്? ഞാൻ പറയട്ടെ, എന്നോടല്ലേ ചോദ്യം? നാണമില്ലായ്മയല്ലേ നിങ്ങളിപ്പോ സംസാരിക്കുന്നത്? നാണമില്ല. രാഹുൽ ഗാന്ധിക്ക് അവിടെ സ്റ്റാലിന്റെ പടമില്ലാതെ തെക്കോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിക്കാ തമിഴ്നാട്ടിലെങ്കിലും വിട്ടിട്ട് വയനാട്ടിലേക്ക് വന്ന നേതാവിന്റെ പടം വെച്ചാല് തമിഴ്നാട്ട് വോട്ട് കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ മത്സരിച്ചാ പോരെ? വയനാട്ട് വന്ന് വീണ നേതാവിന് തമിഴ്നാട്ടിൽ വെച്ച് പടം വെച്ചാൽ വോട്ട് കിട്ടും. ഞങ്ങൾക്ക് ആ പടം വേണമെന്ന് നിങ്ങളുടെ നേതാവിന്റെ പടം കൈവച്ചാൽ ഇന്ത്യ സഖ്യമായി മത്സരിക്കുന്നതാണ് നല്ലത്. ശരിയാണ്. സമയം കഴിഞ്ഞു. എന്തായാലും നാളെ BJP കാരിയായ പത്മജ വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ഇന്ദിരാഭവനിൽ നിന്നും മാരാർജി ഭവനിലേക്ക് എന്നുള്ളതാണ് അവരുടെ സ്വീകരണത്തിന്റെ തീം. അപ്പോൾ തടയാൻ കഴിയുമെങ്കിൽ തടയൂ എന്ന് യൂത്ത് കോൺഗ്രസിനെ വെല്ലുവിളിക്കണം. അപ്പോൾ അത് പൊളിറ്റിക്കൽ ഇവന്റ് ആക്കും BJP. നാളെ നമുക്ക് വീണ്ടും ഇരിക്കാം. അല്പസമയം മുൻപാണ് മാധ്യമപ്രവർത്തകൻ ശ്രീ ഭാസുരേന്ദ്രബാബു അന്തരിച്ചത്. ഇതുപോലെ ഒരുപാട് ചർച്ചകളിൽ ഒരുമിച്ചിരുന്നതാണ്. ഒരുപാട് സൗഹൃദം പങ്കുവെച്ച ആളുമാണ്. ശ്രീ ഭാസുരേന്ദ്രബാബുവിന്റെ ഓർമ്മകൾ കാതരം. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.